മീൻസ് അതിൽ ഈ ചികിത്സയായിരുന്ന സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള പുറത്തെ ചില ഈ സംശയം ജനിപ്പിക്കുന്ന പ്രചാരണങ്ങൾ നടന്നു കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അതിലൊന്ന് പിന്നീട് മാധ്യമങ്ങളിലെ താങ്കളുടെ ശ്രദ്ധയിലും വന്നിട്ടുണ്ടാകും. ഈ വനിതാ പോലീസ് ഓഫീസറെയും മിനിസ്റ്ററെയും കൂടി ചേർത്തിട്ടൊരു ജനറേറ്റഡ് ഇമേജ് വന്നിരുന്നു. അതായത് ഒരു ആക്ച്വൽ പിക്ചറിൽ മിനിസ്റ്ററുടെ അടുത്ത് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുന്ന ആ പോലീസ് ഓഫീസറുടെ പടത്തിൽ നിന്ന് ആ കൈ ഇങ്ങനെ പിടിച്ച കൈയെടുത്ത് ചുരുട്ടി പിടിച്ച കൈയാക്കി കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന തരത്തിലേക്ക് ആ വനിതാ പോലീസ് ഓഫീസറുടെ പടം വെച്ചിട്ട് ഒരു ജനറേറ്റഡ് പടം വെച്ചിട്ട് അങ്ങനെ സംഭവിച്ചതാകാം എന്ന തരത്തിലേക്കൊക്കെ ഉള്ളൊരു ഒരു നറേഷൻ്റെ ഷെയ്ഡ്സ് സോഷ്യൽ മീഡിയ വഴി പ്രസരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എത്ര ഹീനമായ കാര്യങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കള്ളപ്രചരണങ്ങൾ മാത്രമാണല്ലോ. അത് ഫാക്ട് ചെക്കിൽ തെളിഞ്ഞൊരു ചിത്രം. അതെ, അത് മാത്രമല്ല, ഞാൻ കണ്ടത് AP എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. AP ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ AI ചെയ്തവർ അത് മായ്ക്കാനായിട്ട് മറന്നുപോയി എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു ആക്രമണം നടത്തുക, ആ ആക്രമണത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇത് വളരെ ബോധപൂർവമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, ഇത് പ്ലാൻഡ് ആണ് എന്നുള്ളതിന്, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളും ചിന്തിക്കുക. ഞാൻ ആലോചിച്ചതാണ് ആ ഒരു സീനിൽ ആ സമയത്ത് മിനിസ്റ്ററെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാന ഉത്തരവാദിത്വം ചുമതലയായിട്ടുള്ളൊരു വനിതാ ഓഫീസർ അതിൽ പെരുമാറുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ കൂടി ചിത്രീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതെ, അപ്പോൾ ഇത് വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാക്കുക, ആക്രമണം ഉണ്ടായി ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെയൊന്നും അല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം നമ്മൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചാൽ ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? ഒരാൾ ഒരു ആക്രമണം ഏൽക്കുന്നു, ആക്രമണം ഏൽക്കുമ്പോൾ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കള്ള ഫോട്ടോകൾ AIയുടെ സഹായത്തോടെ നിർമ്മിച്ചിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്.